മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ ഉദ്ഘാടനം ഒക്ടോബർ 20 പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. വസ്ത്രവ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പരിചയ സമ്പത്തുമായി ബ്രൈഡൽ ക്രാഫ്റ്റ് പുതിയ ഷോറൂം തിരൂരിൽ ഉദ്ഘാടനത്തിനൊരുങ്ങി. നിർമ്മാണം പൂർത്തിയാക്കിയ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡിംഗ് മാൾ ഉദ്ഘാടനം ഒക്ടോബർ 20 തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. തിരൂർ പാൻ ബസാറിൽ 40,000 സ്ക്വയർ ഫീറ്റിൽ അത്യാധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഷോറൂം 4 നിലകളിലായാണ് വിവിധ സെക്ഷനുകൾ സജ്ജീകരിച്ചിട്ടുള്ളത്. നമസ്കാരം. തിരൂരിലെ മാധ്യമപ്രവർത്തകരെ, ഞാൻ മുത്തുക്കോയ തങ്ങൾ, തിരൂർ ആസാദ് ഗ്രൂപ്പിൻ്റെ ചെയർമാനാണ്. നമ്മൾ ഡയറക്ടേഴ്സാണ്. ഈ അടുത്ത് ഇബ്രാഹിം ഹാജി കഴിഞ്ഞ 5-6 വർഷമായി വ്യാപാര മേഖലയിൽ മികച്ച അഥവാ സ്വർണ്ണ വ്യാപാര മേഖലയിൽ തിരൂരിന് വലിയ രീതിയിലുള്ളൊരു മാറ്റം കുറിച്ച ഒരു സ്ഥാപനമാണ്. സാധാരണക്കാർക്ക് പ്രാപ്യമായ എന്നാലോ ആധുനിക ഡിസൈനുള്ള ആഭരണങ്ങൾ എത്തിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനമാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡ്ഡിംഗ് മാൾ. കാരണം തിരൂരിനെ സംബന്ധിച്ചിടത്തോളം ആഭരണ മേഖലയിലാണെങ്കിലും ആഭരണ വിപണന മേഖലയിലും അതുപോലെ തന്നെ വസ്ത്ര വ്യാപാര മേഖലയിലും ഇന്ന് തിരൂർ മലപ്പുറം ജില്ലയിലെ 1-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. വലിയ ബ്രാൻഡുകൾ നെസ്റ്റോ, അതുപോലെ തന്നെ ലുലു പോലത്തെ വലിയ ബ്രാൻഡുകൾ ഇന്ന് തിരൂരിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ മാറിയ തിരൂരിൻ്റെ കൂടെ ആ മാറ്റത്തിന് തിളക്കമേറാനാണ് ആസാദ് ഗോൾഡ് ഗ്രൂപ്പിൻ്റെ പുതിയ സംരംഭം ദ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ എന്ന പുതിയ സംരംഭം തുടക്കം കുറിക്കുന്നു. നമുക്കറിയാം, മുൻകാലങ്ങളിലെല്ലാം മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ടായിരുന്നു ഇവിടുത്തെ വിവാഹ ആവശ്യത്തിനുള്ള വസ്ത്രങ്ങൾ ഈ നാട്ടുകാർ, ഈ പരിസരത്ത പ്രദേശത്തുള്ള ആളുകളൊക്കെ പർച്ചേസ് ചെയ്തിരുന്നു. തിരൂരിലേക്ക് ആകർഷിക്കുന്ന രീതിയിലുള്ള പുതിയ ഒരു വിപണന രീതിയിലാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് തുടക്കം കുറിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും സെക്കൻഡ് ഫ്ലോറും തേർഡ് ഫ്ലോറായി 4 നിലകളിൽ, അതുപോലെ തന്നെ ബേസ്മെൻറ്റ് ഫ്ലോറും, അതുപോലെ തന്നെ വിശാലമായ അണ്ടർഗ്രൗണ്ട് പാർക്കിംഗ് പൂർണ്ണമായി വാഹന പാർക്കിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടും ഇതിലുപരി 100-ലധികം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാവുന്ന പാർക്കിംഗ് സൗകര്യങ്ങൾ പുറത്ത് സജ്ജീകരിച്ചുകൊണ്ടും വസ്ത്രങ്ങൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ബ്രൈഡൽ ക്രാഫ്റ്റ് ഇവിടെ തുടക്കം കുറിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ പൂർണ്ണമായും റണ്ണിങ് മെറ്റീരിയലുകളും അതുപോലെ തന്നെ ഫർണിഷിങ്ങും. നമുക്കറിയാം, മുൻകാലത്ത് നിന്ന് വ്യത്യസ്തമാണ് ഓരോ വിവാഹത്തിന് മുൻകാലങ്ങളിൽ വരവനും അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം വസ്ത്രം വാങ്ങിയിരുന്ന കാലഘട്ടത്തിൽ ഇന്ന് ഹോം ഫർണിഷിങ്ങിന് ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വിശാലമായ ഹോം ഫർണിഷിങ് ഒരു ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോസ്മെറ്റിക്സും, അതുപോലെ തന്നെ പെർഫ്യൂംസിൻ്റെ ഏരിയയും, ലേഡീസിനുള്ള ബാഗുകൾ, വാച്ചുകൾ, അതുപോലെ തന്നെ മറ്റുള്ള വസ്ത്രവ്യാപാര മേഖലയിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു സിൽവറിന് ഒരു പ്രത്യേക കൗണ്ടറും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. ഇതിലുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് ആ മേഖലയിൽ നിന്നെല്ലാം നെയ്ത്തുകാരിൽ നിന്ന് നേരിട്ട് തന്നെ അത് നിർമ്മിക്കുന്ന ആളുകൾക്ക് നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമയമെടുത്ത് പർച്ചേസ് ചെയ്തിട്ടാണ് ആ ബ്രൈഡലിനുള്ള സെലക്ഷൻ കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലും നമുക്കറിയാം, ഇന്ന് ചൈന, അതേപോലെ തന്നെ തായ്ലാൻഡ്, മലേഷ്യ, ഗൾഫ് നാടുകളിൽ നിന്നടക്കം ഇന്ന് വസ്ത്രം എത്തിക്കാവുന്ന രീതിയിലുള്ള സജ്ജീകരണങ്ങളുണ്ട്. അവിടെ നിന്നെല്ലാം വസ്ത്രങ്ങൾ എത്തിച്ചുകൊണ്ടാണ് ബ്രൈഡൽ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത്. അറേബ്യൻ വസ്ത്രങ്ങൾ നമുക്കറിയാം, അബായ എന്ന് പറയുന്ന അറേബ്യൻ വസ്ത്രങ്ങൾ, അതെല്ലാം പൂർണ്ണമായി തന്നെ അറബ് രാജ്യത്തും തന്നെ അവിടുത്തെ നെയ്ത്തുകാരെ കണ്ടെത്തി, അത് തുന്നലുകാരെ കണ്ടെത്തി അവിടെ സഞ്ചരിച്ചു, അവിടെ നിന്ന് ഇറക്കിയിട്ട് തന്നെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. സങ്കല്പത്തിനനുസരിച്ച് അവരുടെ ആശയത്തിനും ആഗ്രഹത്തിനും അനുസരിച്ചിട്ടുള്ള ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ ഒരു ഡിസൈനറും അത് സ്റ്റിച്ച് ചെയ്യാൻ ഒരു യൂണിറ്റും ഫസ്റ്റ് ഫ്ലോറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. തേർഡ് ഫ്ലോറിൽ പൂർണ്ണമായും ജെൻസിനുള്ള വസ്ത്രങ്ങളാണ്. ആ ജെൻസിൻ്റെ എല്ലാ സെക്ഷനുകളും ഹാൻഡ്ലൂമിൽ പ്രത്യേകം, കൈത്തറി തുണികൾക്ക് പ്രത്യേകം ഏരിയയും, അതുപോലെ തന്നെ വരനും വധുവിനുമുള്ള ഷർവാണിയും കോട്ട് സൂട്ട് അടക്കമുള്ള വസ്ത്രങ്ങളും തേർഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രമുഖ ബ്രാൻഡുകളായ ലൂയിസ് ഫിലിപ്പ്, അലൻ സോളി, വാൻ ഹ്യൂസൻ,
അതുപോലെ തന്നെ US പോളോ, ആരോ, ലിനൻ ക്ലബ്ബ് പോലത്തെ പിന്നെ പ്രമുഖ ബ്രാൻഡുകളും ധാരാളം സബ് ബ്രാൻഡുകളും ആ തേർഡ് ഫ്ലോറിൽ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ ആ തേർഡ് ഫ്ലോറിൽ തന്നെ അറേബ്യയിലെ കന്തൂറയ്ക്ക് ഒരു വിപുലമായ ഏരിയ തന്നെ ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്നത്തെ നമ്മളെ നാടുകളിലെ പിന്നെ പണ്ഡിതന്മാരെല്ലാം അറേബ്യൻ കന്തൂറകൾ ധരിക്കുന്ന ആളുകളാണ്. അവർ ഒരു അനുഭവം തന്നെയായിരിക്കും ബ്രൈഡൽ ക്രാഫ്റ്റ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ ഉദ്ഘാടനമാണ് ഈ 20-ാം തീയതി രാവിലെ 10 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പിന്നെ നമ്മുടെ തിരൂരിലെ മന്ത്രിയും കേരളത്തിലെ മന്ത്രിയും താനൂരിലെ MLA-യുമായ B. അബ്ദുറഹ്മാൻ, അതുപോലെ തന്നെ പിന്നെ PK കുഞ്ഞാലിക്കുട്ടി MLA, അതുപോലെ ET മുഹമ്മദ് ബഷീർ MP, അബ്ദുസമദ് സമദാനി MP, തിരൂരിൻ്റെ MLA കുറുക്കോളി മൊയ്തീൻ, തൊട്ടടുത്ത MLA ആയിട്ടുള്ള നമ്മുടെ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരിലെ സ്വദേശിയും മണ്ണാർക്കാടിലെ MLA-യുമായ N. ശംസുദ്ദീൻ, തിരൂരിൻ്റെ മുനിസിപ്പൽ ചെയർപേഴ്സൺ AP നസീമ, വൈസ് ചെയർമാൻ രാമൻകുട്ടി, നമ്മളെ വാർഡിലെ കൗൺസിലർ സതീശൻ, മറ്റ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധീകരിച്ചിട്ടുള്ള നേതാക്കന്മാർ, സാംസ്കാരിക സാമൂഹിക രംഗങ്ങളിലുള്ള നേതാക്കന്മാർ, ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ നേതാക്കന്മാർ, മറ്റ് പ്രമുഖരെല്ലാം ആ പരിപാടി സംഘടിപ്പിക്കും. 18-ാം തീയതി വൈകുന്നേരം 4 മണി 18-ാം തീയതി വൈകുന്നേരം 4 മണി മുതൽ 8 മണി വരെ തിരൂരിലെയും ഈ നാട്ടിലെയും പരിസര പ്രദേശങ്ങളിലെയും കുടുംബങ്ങൾക്ക് ഷോറൂം സന്ദർശിക്കാനും അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും ഒരു അവസരവും ഒരുക്കിയിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ ബ്രൈഡൽ ക്രാഫ്റ്റ് വെഡ്ഡിംഗ് മാൾ ഡയറക്ടർ KN മുത്തുക്കോയ തങ്ങൾ, ഡയറക്ടർമാരായ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, PV മുഹമ്മദ് അഷ്റഫ്, കീഴടത്തിൽ ഷാഫി ഹാജി, അഹമ്മദ് ഷെരീഫ്, PSM ഹാജി, ജനറൽ മാനേജർ പ്രത്യീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു.